മുറ്റത്തെ ബഹളം കേട്ടിട്ടാ ചാടി എണീച്ച് നോക്കിയേ. വെറുതെ അല്ല, കുഞ്ഞിയും കൊച്ചുകളിയനും വന്നിട്ടുണ്ട്. കൈ നീട്ടുന്ന വെറുതെ അല്ല, പപ്പേൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ വക കുറച്ച് ചേന വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾ നടാൻ. ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും വർക്കിന് പോകാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഏത് റൂട്ടാണാവോ നോക്കണം. പനമരത്ത് കൊയ്ത്ത് കഴിഞ്ഞ് വൈക്കോല് വണ്ടി കയറ്റുന്നുണ്ടായിരുന്നു. വേനലാവാനായപ്പോഴേക്ക് പുഴയിലെ നീരൊഴുക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. മാനന്തവാടിയിലെ വർക്ക് പെട്ടെന്ന് തീർന്നു. അടുത്തായിട്ട് പോയത് കാട്ടിക്കുളത്തേക്കായിരുന്നു. കാട്ടിക്കുളത്ത് പോയാൽ ഈ അമ്മച്ചിൻ്റെ കയ്യിൽ നിന്ന് പൈനാപ്പിളും തേൻ നെല്ലിക്കാൻ വാങ്ങുന്ന ഒരു പതിവ് പരിപാടിയാണ്. വയലിൽ നോക്കിയപ്പോൾ തിത്തിരി പക്ഷി എന്നെ കണ്ട് ഓടി ഒളിക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഈ പള്ളീനോട് ചേർന്നിട്ട് ക്യാമറ ഉണ്ടായിരുന്നു. റോഡ് പണി വന്നപ്പോൾ അതെല്ലാം പൊളിച്ച് നിൽക്കേണ്ടി വന്നു. ഐസ്ക്രീം അവൻ്റെ കയ്യിൽ കൊടുത്ത് ഞാൻ ഡ്രസ്സ് മൊത്തം അവൻ അലമ്പാക്കും. വടകര വെച്ചൊരു കല്യാണം ഉള്ളതിനാൽ ടാറ്റ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. ഒരു പുതിയ പവർ ബാങ്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുക്കലായിരുന്നു രാത്രിക്കത്തെ പണി. ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. ഫോളോ ചെയ്തേക്കണേ.